ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ലെനോവ K3 നോട്ട് മോഡൽ നമ്പർ K50a40. ഇതിൻ്റെ ഫേക്ക് ചാർജിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ചാർജ് സേവ് ആകാത്ത പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര നേരം ചാർജ് കുത്തിയാലും ചാർജ് കയറുന്നത് കാണിക്കും, പക്ഷേ സ്റ്റോർ ആവത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ പടപടാന്ന് ഇത് അഴിക്കാം. പുറകെ കാണുന്ന സ്ക്രൂകളെല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നിന്ന് തിക്കിയാണ് എടുക്കുന്നത്, ഈ ഭാഗത്തു നിന്ന് തിക്കിയാണ് എടുക്കുന്നത്. അത് താഴെ ഭാഗത്തുനിന്ന് തിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഈ ഓൺ ഓഫ് സ്വിച്ചിൻ്റെ സ്ട്രിപ്പുണ്ട്, അത് ഡാമേജ് ആകാതെ. അപ്പോൾ നമ്മൾ ഫോൺ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കേസിൽ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ചാർജിങ് സെക്ഷന്. അപ്പോൾ ഈ ചാർജിങ് സെക്ഷൻ്റെ ഇൻപുട്ട് ഷോർട്ടിങ് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതിന് ഈ കണക്ഷൻ ചാർജിങ് ഇവിടുന്ന് കയറുന്നത് പോസിറ്റീവ് ലൈന് നേരെ ഈ കപ്പാസിറ്ററിലേക്കാണ്. അപ്പം മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ഇവിടെ വെച്ച് നെഗറ്റീവ് പ്രോബിനെ ഇവിടെ രണ്ടും നോക്കിയാൽ അറിയാം ഈ ഭാഗത്ത് ഇതിൻ്റെ ഇൻപുട്ടിൽ ഷോർട്ടിങ് വല്ലതും ഉണ്ടോയെന്ന്. ഇതിൻ്റെ കേസിൽ അത് കാണുന്നില്ല. അതായത് ചാർജിങ് സെക്ഷൻ്റെ മാത്രം ഇൻപുട്ടിൽ ഷോർട്ടിങ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ വോൾട്ടേജ് ചെക്ക് ചെയ്യണം എത്രയാണ് വരുന്നതെന്ന്. ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ കണക്ഷനിൽ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഇടാതെ കണ്ട് ഇതാണ് വോൾട്ടേജ് കാണിക്കുന്നത്. 2.5 വോൾട്ടേജ് കാണിക്കുന്നില്ല. ബാറ്ററി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അന്നേരം 2.3 ആയിരുന്നു. ഇപ്പോൾ വന്നേച്ച് 2.7 വരെ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ വോൾട്ടേജ് പോരാ. ശരിക്കും കാണിക്കേണ്ടിയിരുന്നത് ബാറ്ററി ഇടാതെ 3 വോൾട്ടേജും ബാറ്ററി ഇട്ടുകൊണ്ട് 4 വോൾട്ടേജും. അപ്പോൾ അവിടെ ഒരു ചെറിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ചാർജിങ് കണക്ടർ ഒന്ന് മാറ്റി നോക്കാം. ആദ്യം ഇങ്ങനെയുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചാർജിങ് കണക്ടർ ഒന്ന് മാറ്റി നോക്കണം. ചാർജിങ് കണക്ടറിൻ്റെ ആവണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. നമുക്കേതായാലും മാറ്റി നോക്കാം. ആദ്യം ഈ ചാർജിങ് കണക്ടർ എടുത്ത് മാറ്റി വയ്ക്കുക. ഇതുപോലെ ചാർജിങ് കണക്ടർ ചാർജറിൽ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ വോൾട്ടേജ് മെഷർ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഈ സൈഡിൽ തന്നെയാണ് വോൾട്ടേജ് വരുന്നതെന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇത് സെയിം അല്ല ചാർജിങ് കണക്ടർ, ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങളങ്ങനെ നോക്കണം. പോസിറ്റീവ് കണക്ഷൻ ഈ സൈഡിലോട്ടാണോ വരുന്നത്, ഏത് സൈഡിലോട്ടാണ് വരുന്നത്, ബോർഡിൽ എങ്ങനെയാണ് വരുന്നത്, കണക്ടറിൽ എങ്ങനെയാണ്, പൊളാരിറ്റി ചേഞ്ച് ചെയ്ത് പോകരുത്. പൊളാരിറ്റി കറക്റ്റാണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് മുന്നേ ഈ കണക്ടറിൽ ഇച്ചിരി ഫ്ലെക്സ് വെച്ച് നിങ്ങൾ കറക്റ്റായിട്ട് ഇച്ചിരി ലെഡ് പിടിപ്പിക്കണം. ലെഡ് അപ്ലൈ ചെയ്യണം ഇതിൽ. ആദ്യം കണക്ടറിൻ്റെ പിന്നുകൾ ബ്ലേഡ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുക, ഫ്ലെക്സ് പിടിപ്പിക്കുക, ലെഡ് പിടിപ്പിക്കുക. ചാർജിങ് കണക്ടർ ഫിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും ഇറങ്ങിയിരിക്കാനായിട്ട് കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ 4 സൈഡൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കണക്ടറിലേക്ക് 4 സൈഡും സോൾഡർ ചെയ്യുമ്പോൾ ഇച്ചിരി സ്ക്രാച്ച് ചെയ്തേച്ച് ഫ്ലെക്സ് ഇട്ടേച്ച് സോൾഡർ ചെയ്യാൻ ശ്രമിക്കുക. ചിലപ്പോൾ അല്ലെന്നൊരു പിടിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം സോൾവ് ആവുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. ശരിക്ക് സോൾഡറിങ് ആൻഡ് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ പിന്നുകൾ ശരിക്കും ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കണം. ആ പോയിൻറ്റുകൾ 5 പോയിൻറ്റുകൾ ഉണ്ടാവും. 5 പോയിൻറ്റുകളും ഷോവിന് ക്ലിയറായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഫ്ലെക്സ് തേച്ചിട്ട് വേണം സോൾഡർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 50% ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ വളരെ ഒരു ചെറിയ വോൾട്ടേജിൻ്റെ വ്യത്യാസമായതുകൊണ്ട്
കറക്റ്റായിട്ട് അങ്ങ് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ചാർജൊക്കെ സ്റ്റോർ ആവുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് വോൾട്ടേജ് ഈ സൈഡിലെയാണ്, നെഗറ്റീവ് ഈ സൈഡിലെയാണ്. പോസിറ്റീവ് വോൾട്ടേജ് നേരെ കയറുന്നത് ഇവിടെ ഒരു ഡയോഡും ഒരു കപ്പാസിറ്റർ ഇരിപ്പുണ്ട്. കപ്പാസിറ്റർ മുകളിലോട്ട് കുത്തിച്ചാരിയാണ് വെച്ചേക്കുന്നത്. ആ കപ്പാസിറ്ററിൻ്റെ താഴത്തെ സൈഡിലേക്കാണ് പോസിറ്റീവ് കണക്ഷൻ ഡയറക്റ്റ് വന്ന് കയറുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിലേക്ക് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, കപ്പാസിറ്റർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ടിൽ എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടോയെന്ന് നിങ്ങൾക്ക് ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചതിന് ശേഷം റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വയ്ക്കുക, ബ്ലാക്ക് പ്രോബിന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഷോർട്ടേജ് വല്ലതും ഉണ്ടോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അപ്പോൾ ഉണ്ടെങ്കിൽ ആദ്യം ഷോർട്ടാവാൻ സാധ്യതയുള്ള ഒരു കമ്പോണൻ്റാണ് ഈ കപ്പാസിറ്റർ. പിന്നെ ഈ ഡയോഡ് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളുക. അപ്പോൾ ഇത്ര തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് ചാർജിങ് കണക്ടറെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഷോർട്ടിങ് ചെക്ക് ചെയ്യുന്നത്, അത് ചാർജിങ്ങിൻ്റെ ആയാലും ഫുൾ ഷോട്ടിങ് ആയാലും ഇങ്ങനെ ഏതൊരു സർക്യൂട്ടിലും എങ്ങനെ ഷോർട്ടിങ് ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ കമ്പോണൻസ്, SMD കമ്പോണൻസ് എത്ര ടൈപ്പ് ഉണ്ട്, അതിൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, ഈ വക സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെപ്പറ്റിയൊക്കെ അറിയണമെന്നൊരു പ്ലേലിസ്റ്റിൽ SMD കമ്പോണൻസ് ചെക്കിംഗ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഫോൾഡറിനകത്ത് എല്ലാ വീഡിയോസും കിട്ടുന്നതാണ്. അതെല്ലാം കാണുന്നത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്തായാലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.